Our hearts beat to the city streets. We began to feel the fire. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം കാണാം. രാത്രിയിലെ കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസ് യാത്രയിൽ പള്ളിയിൽ പോയി. പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി. പള്ളിയിൽ കുർബാനയൊക്കെ തുടങ്ങിയിരുന്നു. ഇവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ അലങ്കരിച്ചിരിക്കുന്നതും പിന്നെ ഇവിടുത്തെ പുൽക്കൂടും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തി. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ പുൽക്കൂട് അലങ്കരിച്ചിരിക്കുന്നത്. ഇതാണ് പുൽക്കൂടും പുൽക്കൂടിൻ്റെ അകവും കാണാൻ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ബൈബിൾ വായനയുടെ ആ ഒരു ടൈമിംഗ് ആയായിരുന്നു. അപ്പോൾ ബൈബിൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി ബൈബിളിനെ വളരെ ഭക്തി ആദരവോടുകൂടി ബൈബിള് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഇതായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൊണ്ട് കൊടുത്ത് ഈ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവരെല്ലാവരും മലയാളികൾ ഇത് മലയാളി അച്ഛനാന്ന് ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ സ്ലാങ് ഒക്കെ കേട്ടിട്ട് നമുക്ക് വഴിയെ അറിയാം ഇത് മലയാളി അച്ഛനാണോ അല്ലയോ എന്ന്. അതിന് ശേഷം കാഴ്ചവെപ്പിൻ്റെ സമയത്തും ഇങ്ങനെ ഡാൻസ് കളിച്ച് പാട്ടുപാടിയാണ് ആ ഒരു കാഴ്ചവെപ്പും നടത്തുന്നത്. എല്ലാം കഴിഞ്ഞ് ഈശോയെ മുട്ടിക്കാൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അച്ഛന്മാരിങ്ങനെ പോയപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുക്കാൻ നേരം നടുക്ക് നിന്ന് അച്ഛൻ എന്നെ നോക്കിയൊന്ന് ചിരിക്കുകയോ ചെയ്താൽ. അപ്പം ഞാൻ ഓർത്തേ അച്ഛന് മനസ്സിലായോ ഞാൻ മലയാളിയാണെന്ന്.
ഇതാണ് ഞങ്ങളുടെ കുട്ടി ക്രിസ്മസ് പാപ്പ. ഞങ്ങളുടെ കുട്ടി പാപ്പ നല്ല ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആടിയും പാടിയും ഒക്കെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടിപ്പാപ്പയെ എഴുന്നേൽപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കുട്ടിപ്പാപ്പയുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്ന്. ഞങ്ങളുടെ കുട്ടിപ്പാപ്പ ഉറക്കത്തിലായതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുൽക്കൂടിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് അവസാനം നേർച്ചയായിട്ട് കിട്ടിയത്. നമ്മുടെ അവിടെ ഉണ്ണിയപ്പം എന്നൊക്കെ പറയാം, പക്ഷെ അതല്ല, വേറെന്തോ ഒരിതാണ്. അങ്ങനെ അച്ഛനും എല്ലാവരുടെയും കൂടെ നിന്ന് ഡാൻസ് കളിക്കാനായിട്ട് കൂടി. അപ്പോൾ ഈ സമയത്ത് അച്ഛനും ഡാൻസ് കളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞപ്പം ചോദിച്ചു, നാട്ടിലെവിടാ അച്ഛ? അപ്പം പറഞ്ഞ അച്ഛൻ തൊടുപുഴ. അങ്ങനെ ക്ലൈമാക്സിൽ അച്ഛൻ മലയാളിയാണെന്ന് ഞങ്ങളതങ്ങ് മനസ്സിലാക്കി. അങ്ങനെ അച്ഛനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് അച്ഛൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഡാൻസ് കളിച്ചു. ഇവിടെ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ബോർഡ് വെച്ചിരിക്കുന്നു. അവിടുത്തെ വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഫോറസ്റ്റ് ഏരിയയും പിന്നെ ഒരുപാട് ആളുകളും വരുന്നതായതുകൊണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തതിന് ശേഷം എല്ലാം ഒരിക്കൽ കൂടെ കണ്ട് പള്ളിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് നമ്മുടെ ക്രിസ്മസ് ദിവസം നമ്മൾ എല്ലും കപ്പയാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നു. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഓർത്തിട്ട് എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കടന്നുപോയി. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഐ ലവ് യു.